ജീവിതത്തിൽ എല്ലായിടത്തും വെല്ലുവിളികളും സമ്മർദ്ദവും കുഴപ്പങ്ങളും മാത്രം കാണുമ്പോൾ പോലും ചിലർ പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അവരുടെ ചിന്താഗതി മറ്റുള്ളവരുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. സകാരാത്മക ചിന്ത, പോസിറ്റീവ് തിങ്കിംഗ് എന്നത് ഒരു മാന്ത്രിക വിദ്യയല്ല. അത് ഒരു ശക്തിയാണ്, അതൊരു ശീലമാണ്. ഏത് സാഹചര്യങ്ങളെ എങ്ങനെ കാണണം, അവയെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ സ്വന്തം തീരുമാനമാണത്. നമ്മൾ ചിന്തിക്കുന്ന രീതി മാറ്റുമ്പോൾ നമ്മുടെ ജീവിതവും മാറാൻ തുടങ്ങും. ഒരു പുതിയ ചിന്താഗതിയുടെ ഒരു പുതിയ പ്രഭാതത്തിന്റെ തുടക്കമാണ് ഈ പുസ്തകം. മാസ്റ്ററിംഗ് പോസിറ്റീവ് തിങ്കിംഗ് ആൻഡ് അൺലോക്കിംഗ് ദ സീക്രറ്റ്സ് ടു പോസിറ്റിവിറ്റി ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. പ്രശസ്ത എഴുത്തുകാരനായ എയ്ഡൻ സ്റ്റോം എഴുതിയ പുസ്തകമാണിത്. നമ്മുടെ ചിന്തകളെ, വികാരങ്ങളെ, ശീലങ്ങളെ എങ്ങനെ മെച്ചപ്പെടുത്തി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്ന് ഈ പുസ്തകത്തിൽ എയ്ഡൻ വിശദീകരിക്കുന്നു. ശാസ്ത്രീയ രീതികളിലൂടെയും ലളിതമായ പരിശീലനങ്ങളിലൂടെയും യഥാർത്ഥ ജീവിതാനുഭവങ്ങളിലൂടെയും എങ്ങനെ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് പുറത്തുവന്ന് ഒരു നല്ല മനുഷ്യനാകാം എന്ന് അദ്ദേഹം വ്യക്തമാക്കിത്തരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ നേരിട്ട് ഹൃദയത്തിൽ സ്പർശിക്കുകയും നമ്മെ ഉള്ളിൽ നിന്ന് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പുസ്തക സംഗ്രഹം 3 തരത്തിൽ വായിക്കാം. ഒന്നാമതായി, ചിന്താഗതി മാറ്റാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ലെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് ചിന്തകൾ മാറ്റാനുള്ള ആദ്യ പടിയായ ഒരു മൈൻഡ്സെറ്റ് പ്രൈമറാകാം. രണ്ടാമതായി, നിങ്ങൾക്ക് എല്ലാ ദിവസവും കുറച്ച് പ്രചോദനം ആവശ്യമുണ്ടെങ്കിൽ ഇതിലെ ഓരോ അധ്യായവും നിങ്ങൾക്ക് ദിവസേനയുള്ള പ്രചോദനത്തിന്റെ ഡോസ്, ഡെയിലി മോട്ടിവേറ്റർ നൽകും. മൂന്നാമതായി, നിങ്ങൾ മാറ്റത്തെ ഗൗരവമായി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതൊരു ആക്ഷൻ ഗൈഡായി വായിക്കുക. എല്ലാ കാര്യങ്ങളും സ്വന്തമാക്കുക, എല്ലാ നിർദ്ദേശങ്ങളും പരീക്ഷിക്കുക. ഓർക്കുക, നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ നിങ്ങൾ മാറുന്നു. നിങ്ങൾ ദിവസവും സ്വയം പറയുന്നു, എനിക്ക് കഴിയും എന്ന്. ഒരു ദിവസം നിങ്ങളത് തീർച്ചയായും ചെയ്യും. നിങ്ങൾ ചിന്തിക്കുന്നു, ഒന്നും നടക്കില്ല എന്ന്, അപ്പോൾ ഒന്നും നടക്കുകയുമില്ല. അതുകൊണ്ട് ഈ പുസ്തകം വായിക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് നിങ്ങളുടെ ചിന്തകളെ മാറ്റാൻ വേണ്ടിയാണ്. ഇനി മതി, എനിക്ക് എന്റെ ജീവിതം മെച്ചപ്പെടുത്തണം എന്ന് പറയുന്ന ഏതൊരാൾക്കും വേണ്ടിയുള്ളതാണ് ഈ പുസ്തകം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ശക്തി തിരിച്ചറിയുക, ഈ പുതിയ യാത്ര ആരംഭിക്കുക. അധ്യായം 1. ചിന്തയുടെ ശക്തി, ദ പവർ ഓഫ് തോട്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ചിന്തകൾക്ക് എത്ര വലിയ പങ്കുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്ത എന്നത് വെറുമൊരു മാനസിക പ്രക്രിയ മാത്രമല്ല, അത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മുഴുവൻ രൂപപ്പെടുത്തുന്നു. നിങ്ങൾ ചിന്തിക്കുന്നതെന്തോ അത് പതിയെ നിങ്ങളുടെ വികാരങ്ങളായി മാറുന്നു. ആ വികാരങ്ങൾ നിങ്ങളുടെ ശീലങ്ങളായി മാറുന്നു. ശീലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നത്. നിങ്ങൾ വീണ്ടും വീണ്ടും സ്വയം പറയുന്നു, ഞാൻ പരാജയമാണ് എന്ന്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് അതിനനുസരിച്ച് വഴികൾ അടയ്ക്കാൻ തുടങ്ങും. എന്നാൽ നിങ്ങൾ ദിവസവും സ്വയം പറയുന്നു, എനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് പുതിയ വഴികൾ തേടാൻ തുടങ്ങും. ചിന്ത വെറുമൊരു സങ്കല്പമല്ല, അതൊരു വിത്താണ്. നിങ്ങളുടെ ജീവിതം അതിന്റെ വൃക്ഷമാണ്. പോസിറ്റീവ്, നെഗറ്റീവ് ചിന്തകൾ, പോസിറ്റീവ് വേഴ്സസ് നെഗറ്റീവ് തിങ്കിംഗ്. സകാരാത്മക ചിന്തയും നിഷേധാത്മക ചിന്തയും തമ്മിലുള്ള വ്യത്യാസം വെളിച്ചവും ഇരുളും പോലെയാണ്. നിങ്ങൾ നിഷേധാത്മകമായി ചിന്തിക്കുമ്പോൾ, എനിക്കറിയില്ല, എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ വിധി മോശമാണ്, നിങ്ങൾ സ്വയം നിങ്ങളുടെ ഉള്ളിലെ വാതിലുകൾ അടയ്ക്കുകയാണ്. നിങ്ങൾ ഭയപ്പെടാൻ തുടങ്ങുന്നു, നിർത്തുന്നു, നല്ല എല്ലാ കാര്യങ്ങളെയും സംശയത്തോടെ കാണാൻ തുടങ്ങുന്നു. എന്നാൽ നിങ്ങൾ സകാരാത്മകമായി ചിന്തിക്കുമ്പോൾ, ഞാൻ ശ്രമിക്കും, എനിക്ക് പഠിക്കണം, ഓരോ ദിവസവും ഒരു പുതിയ അവസരമാണ്, നിങ്ങൾ സ്വയം മുന്നോട്ടു പോകാൻ അനുമതി നൽകുന്നു. സകാരാത്മകമായി ചിന്തിക്കുക എന്നതിനർത്ഥം വ്യാജ പ്രതീക്ഷകളിൽ ജീവിക്കുക എന്നല്ല, മറിച്ച് എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾക്കായി ഒരു വഴി കണ്ടെത്താൻ കഴിയും എന്നതിലാണ്. ന്യൂറോ സയൻസും ചിന്താമാറ്റവും. ഇതൊരു വെറും കഥയല്ല. നമ്മുടെ തലച്ചോറിന് എല്ലാ ദിവസവും മാറാൻ കഴിയുമെന്ന് ഇന്ന് ന്യൂറോ സയൻസ് തെളിയിച്ചിട്ടുണ്ട്. ഇതിനെ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി അഥവാ തലച്ചോറിന്റെ വഴക്കം എന്ന് പറയുന്നു. അതായത്, നിങ്ങളിപ്പോൾ എങ്ങനെ ചിന്തിക്കുന്നുവോ ആ ചിന്തകളെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. നിങ്ങളുടെ തലച്ചോറിന് പുതിയ വഴികൾ ഉണ്ടാക്കാൻ കഴിയും, പുതിയ ശീലങ്ങൾ വളർത്താൻ കഴിയും, പഴയ മോശം പാറ്റേണുകൾ മായ്ച്ചു കളയാൻ കഴിയും. ഒരൊറ്റ നിബന്ധന മാത്രം, ഇപ്പോൾ മുതൽ ഞാൻ എന്റെ ചിന്തകളെ പോസിറ്റീവാക്കും എന്ന് നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്യണം. ജിമ്മിൽ പോയി ശരീരം മാറ്റാൻ കഴിയുന്നതുപോലെ ദിവസവും അല്പം പോസിറ്റീവ് പരിശീലനം കൊണ്ട് തലച്ചോറിനെയും ചിന്തകളെയും മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഈ അധ്യായത്തിലെ ഏറ്റവും വലിയ പ്രചോദനാത്മക സന്ദേശം ഇതാണ്: നിങ്ങളുടെ ചിന്തകൾ മാറ്റുക, ജീവിതം മാറും. ചിന്ത ഒരു ചെറിയ കാര്യമായി തോന്നാം, പക്ഷേ അത് മനുഷ്യന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ശക്തിയാണ്. നിങ്ങൾ ധനികനാണോ ദരിദ്രനാണോ, വിദ്യാഭ്യാസം നേടിയവനാണോ അല്ലയോ, സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണോ അല്ലയോ, അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് പോസിറ്റീവ് ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ ഒരു വഴിയുണ്ട്. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങളുടെ ചിന്തിക്കുന്ന രീതി മാറ്റിമറിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ, എനിക്ക് കഴിയും എന്ന്, ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. അധ്യായം 2. വിശ്വാസ സംവിധാനങ്ങളും ആത്മഭാഷണവും, ബിലീഫ് സിസ്റ്റംസ് ആൻഡ് സെൽഫ് ടോക്ക്.
മറ്റൊരാൾ നിങ്ങളെ താഴ്ത്തി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നാറുണ്ട്. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെ സ്വയം താഴ്ത്തി സംസാരിക്കുമ്പോൾ അതിന്റെ ആഘാതം കൂടുതലായിരിക്കും. യഥാർത്ഥ ശത്രു പുറത്തല്ല, അകത്തിരിക്കുന്നു. വീണ്ടും വീണ്ടും നമ്മോട് പറയുന്ന നമ്മുടെ ചിന്തകൾ, നിനക്ക് ചെയ്യാൻ കഴിയില്ല, അത് നിന്റെ കഴിവിനപ്പുറമാണ്, നീ കഴിവുള്ളവനല്ല, ഇതിനെയാണ് ലിമിറ്റിംഗ് ബിലീഫ്സ് അഥവാ നമ്മെ തടയുന്ന വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ കഴിവുകളെ കെട്ടിയിടുകയും അടിച്ചമർത്തുകയും ചെയ്യുന്നു. ഈ വിശ്വാസങ്ങൾ കുട്ടിക്കാലം മുതലുള്ള അനുഭവങ്ങളിൽ നിന്നും രൂപപ്പെടുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, ചിലപ്പോൾ പരാജയപ്പെട്ടു, ചില സ്വപ്നങ്ങൾ തകർന്നു, അപ്പോൾ നമ്മൾ സ്വയം വിശ്വസിച്ചു, ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. എന്നാൽ സത്യമിതാണ്, ഈ കാര്യങ്ങളെല്ലാം മനസ്സ് സൃഷ്ടിച്ച കെട്ടിച്ചമച്ച അതിരുകൾ മാത്രമാണ്. ഇവയെ തകർത്ത് പുറത്തുവരാൻ കഴിയും. എങ്ങനെ? ആത്മഭാഷണം, സെൽഫ് ടോക്ക്. നിങ്ങൾ നിങ്ങളോട് എങ്ങനെ സംസാരിക്കുന്നു എന്നത് നിങ്ങളുടെ ചിന്തയിലും ആത്മവിശ്വാസത്തിലും വലിയ സ്വാധീനം ചെലുത്തുന്നു. നിങ്ങൾ ദിവസവും സ്വയം ശപിക്കുകയാണെങ്കിൽ, ഞാൻ മണ്ടനാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, നിങ്ങൾ ഉള്ളിൽ നിന്ന് സ്വയം തകർക്കുകയാണ്. എന്നാൽ നിങ്ങൾ സ്വയം ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ, ഞാൻ പഠിക്കുകയാണ്, എനിക്ക് കഴിവുണ്ട്, ഞാൻ ഓരോ ദിവസവും മെച്ചപ്പെടുന്നു. വിശ്വസിക്കൂ, നിങ്ങളുടെ ചിന്തിക്കുന്ന രീതി, സംസാരിക്കുന്ന രീതി, അതിനുശേഷം നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറും. അതുകൊണ്ടാണ് നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് അഫർമേഷൻസ് ഉപയോഗിച്ച് മാറ്റേണ്ടത്. അഫർമേഷൻസ് എന്നാൽ നിങ്ങൾ ദിവസവും സ്വയം പറയുന്ന പോസിറ്റീവ് വാക്യങ്ങളാണ്. ഉദാഹരണത്തിന്, ഞാൻ ശക്തനാണ്, എനിക്കെല്ലാം ചെയ്യാനുള്ള ശക്തിയുണ്ട്, ഞാൻ എല്ലാ ദിവസവും ഒരു പുതിയ തുടക്കം കുറിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ചെറിയ വാക്യങ്ങളായി തോന്നാം. എന്നാൽ നിങ്ങൾ ഇവ ദിവസവും സ്വയം പറയുമ്പോൾ തലച്ചോറ് ഇത് സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. തലച്ചോറ് സത്യമാണെന്ന് വിശ്വസിച്ചാൽ ശരീരം മുഴുവൻ ആ ദിശയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ശീലം വളർത്തൽ, ക്രിയേറ്റിംഗ് ദ ഹാബിറ്റ്. പോസിറ്റീവ് ആത്മഭാഷണത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഡെയിലി അഫർമേഷൻ റിച്വലാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴോ രാത്രി ഉറങ്ങുന്നതിനു മുമ്പോ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് 5 പോസിറ്റീവ് കാര്യങ്ങൾ ഉറക്കെ പറയുക. തുടക്കത്തിൽ ഇത് വിചിത്രമായി തോന്നിയേക്കാം, പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ ഇത് നിങ്ങളുടെ ശീലമായി മാറും. നിങ്ങൾ സ്വയം കൂടുതൽ ആത്മവിശ്വാസമുള്ളവനായി, ശാന്തനായി, ശക്തനായി അനുഭവപ്പെടും. ഇതാണ് മാറ്റം കൊണ്ടുവരുന്നത്. നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളെ ഗൗരവമായി എടുക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഈ അധ്യായത്തിലെ ഏറ്റവും ശക്തമായ പാഠമിതാണ്: നിങ്ങൾ സ്വയം സംസാരിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ലോകം രൂപപ്പെടുന്നത്. നിങ്ങൾ സ്വയം തകർത്താൽ മറ്റാർക്കും നിങ്ങളെ ചേർത്ത് നിർത്താൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ ദിവസവും സ്വയം ചേർത്ത് നിർത്തുകയും അഭിനന്ദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. ഇന്നു മുതൽ സ്വയം സംസാരിക്കുക, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ. കാരണം നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത വ്യക്തിയാണ്. അധ്യായം 3: നന്ദി പ്രകടിപ്പിക്കൽ പരിശീലിക്കുക. പ്രാക്ടീസിംഗ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് വെറുമൊരു വാക്കല്ല. ഇത് നമ്മുടെ ലോകത്തെ മുഴുവൻ മാറ്റാൻ കഴിയുന്ന ഒരു ശക്തിയാണ്. ഇത് നമ്മുടെ കാഴ്ചപ്പാടിന് പുതിയ രൂപം നൽകുന്നു, നമ്മുടെ മനോബലം ഉയർത്തുന്നു, നമ്മുടെ ജീവിതശൈലിയെ പൂർണ്ണമായും പോസിറ്റീവാക്കി മാറ്റുന്നു. നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രയാസങ്ങളെ അംഗീകരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ജീവിതത്തിലെ എല്ലാ ചെറിയ വലിയ നിമിഷങ്ങളിലും നന്മ കാണാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതാണ് നന്ദിയുടെ യഥാർത്ഥ മാന്ത്രികത. ഇത് നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുകയും എല്ലാ ദിവസത്തിനും നന്ദി പറയാനുള്ള കാഴ്ചപ്പാട് നൽകുകയും ചെയ്യുന്നു. ആധുനിക ജീവിതത്തിലെ ഓട്ടത്തിനിടയിൽ നമ്മൾ പലപ്പോഴും നെഗറ്റീവ് ചിന്തകളിൽ കുടുങ്ങിപ്പോകുന്നു. ദിവസേനയുള്ള ഓട്ടം, ജോലിയുടെ സമ്മർദ്ദം, ദൈനംദിന വെല്ലുവിളികൾ നമ്മെ ക്ഷീണിപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ നമ്മൾ നന്ദിയുടെ ശീലം വളർത്തുമ്പോൾ നമ്മൾ ഈ ലോകത്തെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ കാണാൻ തുടങ്ങുന്നു. നമ്മൾ മുമ്പ് അവഗണിച്ചിരുന്ന ചെറിയ നന്മകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നു. ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകളുണ്ടായാലും നമുക്കെപ്പോഴും നന്ദിയുള്ളവരായിരിക്കാൻ ചില കാര്യങ്ങളുണ്ട് എന്ന് നന്ദി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ മാറ്റമാണ് നമ്മുടെ ചിന്തകളെ പൂർണ്ണമായും പോസിറ്റീവാക്കി മാറ്റുന്നത്. ജേർണലിംഗ്, നന്ദി പ്രകടിപ്പിക്കാനുള്ള വഴി. ജേർണലിംഗ്, ദ വേ ടു എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി പരിശീലിക്കാനുള്ള ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗം ജേർണലിംഗ് ആണ്. എല്ലാ ദിവസവും കുറച്ചു മിനിറ്റ് സമയം കണ്ടെത്തി നിങ്ങൾ എന്തിനാണ് നന്ദിയുള്ളവർ എന്നെഴുതുക. അത് ചെറിയ കാര്യങ്ങളാകാം. ഉദാഹരണത്തിന്, ഒരാൾ പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്തത്, അല്ലെങ്കിൽ ആരെങ്കിലും സഹായിച്ചത്. നമ്മൾ നമ്മുടെ ചിന്തകൾ എഴുതുമ്പോൾ നമ്മൾ അവ വീണ്ടും അനുഭവിക്കുന്നു. ഇത് നമ്മുടെ പോസിറ്റീവ് അനുഭവങ്ങളെ ഓർമ്മിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ മനസ്സിന് ശാന്തതയും സംതൃപ്തിയും നൽകുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ തലച്ചോറിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുകയും ഉള്ളിലെ നന്ദി തിരിച്ചറിയാനുള്ള അവസരം നൽകുകയും ചെയ്യുന്ന ശക്തമായ ഒരു ടെക്നിക്കാണ്. ദിവസേനയുള്ള നന്ദി, ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയുടെ സ്വാധീനം ഒരു ദിവസം മാത്രം നിലനിൽക്കുന്നില്ല. നിങ്ങൾ ഇത് പതിവായി നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിന്റെ ഫലം വളരെ ആഴത്തിലുള്ളതായിരിക്കും. നന്ദിയുടെ ചെറിയ നിമിഷങ്ങൾ അനുഭവിക്കുന്നത്, ഒരു നല്ല ദിവസത്തെ ഓർമ്മിക്കുക, അല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ട നിമിഷം ആസ്വദിക്കുക,
ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കുന്നു. പതിയെ ഈ ചെറിയ നിമിഷങ്ങൾ വലിയ ഫലങ്ങളായി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷയും പോസിറ്റിവിറ്റിയും വന്നുചേർന്നതായി നിങ്ങൾ കണ്ടെത്തും. ഇതെല്ലാം നന്ദിയുടെ ചെറിയ ചുവടുകളുടെ ഫലമാണ്. നിങ്ങളുടെ ദിവസത്തിന്റെ തുടക്കവും ഒടുക്കവും നന്ദിയോടെയാക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വയം പറയുന്നുവെന്ന് ചിന്തിക്കുക, ഈ പുതിയ പ്രഭാതം അനുഭവിക്കാൻ കഴിഞ്ഞതിന് നന്ദി. രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് പറയുന്നു, ഈ ദിവസം എനിക്ക് ചില പ്രത്യേക കാര്യങ്ങൾ പഠിപ്പിച്ചതിന് നന്ദി. ഇത് നിങ്ങളുടെ ദിവസം മുഴുവൻ മാറ്റാൻ പര്യാപ്തമല്ലേ? ഇതാണ് നന്ദിയുടെ ശക്തി. ഇത് നമുക്ക് എല്ലാ ദിവസത്തെയും ചെറിയ സന്തോഷങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും എല്ലാ സാഹചര്യങ്ങളിലും പോസിറ്റീവായിരിക്കാൻ പ്രചോദനം നൽകുകയും ചെയ്യുന്നു. നന്ദി ഒരു ശീലം മാത്രമല്ല, അത് നമ്മുടെ ജീവിതരീതിയായി മാറാൻ കഴിയും. നമ്മൾ നന്ദി പരിശീലിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം മനോഹരമാക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് പോസിറ്റിവിറ്റിയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം നൽകുകയും ചെയ്യുന്നു. നന്ദിയുടെ ശക്തി ശരിയായ രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മാനസികാവസ്ഥയെ ശക്തിപ്പെടുത്താനും ജീവിതത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കാനും കഴിയും. അധ്യായം 4. പുനഃചിത്രീകരണവും അതിജീവനശേഷിയും. റീഫ്രെയിമിംഗ് ആൻഡ് റെസിലിയൻസ്. ജീവിതത്തിൽ പ്രശ്നങ്ങളും വെല്ലുവിളികളും എല്ലാവർക്കുമുണ്ടാകും. എന്നാൽ ഈ വെല്ലുവിളികൾ നമുക്ക് തടസ്സങ്ങൾ മാത്രമല്ല, പുതിയ ദിശ നൽകുന്ന അവസരങ്ങൾ കൂടിയാകാം. ഇതിനെയാണ് നമ്മൾ പുനഃചിത്രീകരണം, റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു നെഗറ്റീവ് സാഹചര്യത്തെ പുതിയ കാഴ്ചപ്പാടിലൂടെ കാണുകയും അതിനെ പോസിറ്റീവായി മാറ്റുകയും ചെയ്യുക. ഇത് മനസ്സിലാക്കുന്നതും പരിശീലിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റാൻ കഴിയും. കോഗ്നിറ്റീവ് ഫ്രെയിമിംഗ്. ഒരു സംഭവത്തെയോ സാഹചര്യത്തെയോ പുതിയ കാഴ്ചപ്പാടിലൂടെ കാണുന്ന ഒരു മാനസിക പ്രക്രിയയാണ് കോഗ്നിറ്റീവ് ഫ്രെയിമിംഗ്. ഇതിനർത്ഥം നമ്മളൊരു പ്രയാസത്തിലൂടെ കടന്നുപോവുകയാണെങ്കിൽ അതിനെ ഒരു പരാജയമായി മാത്രം കാണരുത്. പകരം നമ്മൾ അതിനെ ഒരു അവസരമായി കാണണം. പഠിക്കാനും വളരാനുമുള്ള കഴിവുള്ള ഒരവസരം. നമ്മളൊരു പരാജയത്തെ പോസിറ്റീവ് രൂപത്തിൽ ഫ്രെയിം ചെയ്യുമ്പോൾ അത് നമ്മുടെ മാനസികാരോഗ്യത്തെ ശക്തിപ്പെടുത്തുകയും മുന്നോട്ടു പോകാൻ നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ചിന്തകളെ വ്യക്തമാക്കുക മാത്രമല്ല ചെയ്യുന്നത്, ജീവിതത്തോടുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുകയും ചെയ്യുന്നു. പരാജയത്തിൽ നിന്നുള്ള പഠനം, ലേണിംഗ് ഫ്രം ഫെയിലിയർ. നമ്മുടെ മിക്ക പരാജയങ്ങളും നമുക്കൊരു പഠനത്തിനുള്ള അവസരങ്ങളാണ്. നമ്മൾ അവയെ ശരിയായ രീതിയിൽ കണ്ടാൽ. ഒരു ലക്ഷ്യം പൂർത്തിയാകാത്തപ്പോൾ നിരാശപ്പെടുന്നതിനു പകരം അതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ കഴിയും എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പരാജയത്തെ ഒരു തടസ്സമായി കാണുന്നതിനു പകരം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു പടിയായി കാണാൻ കഴിയും. പരാജയത്തെ ഇന്ധനമാക്കി നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയും. ഈ മനോഭാവ മാറ്റം നമ്മുടെ വിജയത്തിന്റെ താക്കോലായിരിക്കാം. പരാജയത്തിനു ശേഷം എഴുന്നേറ്റ് കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകുന്നതാണ് യഥാർത്ഥ വിജയം. അതിജീവനശേഷി, റെസിലിയൻസ്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് പോരാടാൻ മാത്രമല്ല, ആ വെല്ലുവിളികളിൽ നിന്ന് കരകയറാനുള്ള ശക്തിയും നമുക്ക് നൽകുന്ന കഴിവാണ് സഹിക്കാനുള്ള ശേഷി അഥവാ അതിജീവനശേഷി, റെസിലിയൻസ്. മാനസിക അതിജീവനശേഷി പരിശീലിക്കുന്നത് എളുപ്പമല്ല. പക്ഷേ നമുക്കിത് ദിവസേനയുള്ള ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും. ഒരു കഠിനമായ സാഹചര്യം അംഗീകരിക്കുക, സ്വയം പോസിറ്റീവ് കാര്യങ്ങൾ പറയുക, ചെറിയ ചുവടുകളോടെ മുന്നോട്ടു പോകുക, ഇതൊക്കെ അതിജീവനശേഷി വളർത്താനുള്ള മാർഗങ്ങളാണ്. നിങ്ങൾ മാനസിക അതിജീവനശേഷിയെ നിങ്ങളുടെ ശീലമാക്കുമ്പോൾ ഓരോ വെല്ലുവിളിയും നിങ്ങൾക്ക് ഒരു പുതിയ ശക്തി നൽകുന്നു. നിങ്ങൾ സ്വയം മുമ്പത്തേക്കാൾ ശക്തനായി അനുഭവപ്പെടും. തടസ്സങ്ങൾ ഒളിപ്പിച്ച അവസരങ്ങൾ. ഓബ്സ്റ്റിക്കിൾസ് ആർ ഹിഡൻ ഓപ്പർച്യൂണിറ്റീസ്. തടസ്സങ്ങൾ ഒളിപ്പിച്ച അവസരങ്ങളാണ്. ഈ ഉദാഹരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എല്ലാ പ്രശ്നത്തിലും, എല്ലാ ബുദ്ധിമുട്ടുകളിലും, എല്ലാ തടസ്സങ്ങളിലും ഒരു അവസരം ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ഒരു പ്രശ്നത്തിൽ കുടുങ്ങുമ്പോൾ അതൊരു താൽക്കാലിക സാഹചര്യമാണ്. അത് നമ്മെ പുതിയ എന്തെങ്കിലും പഠിപ്പിക്കാൻ വന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അതിനെ ശരിയായ കാഴ്ചപ്പാടിലൂടെ കണ്ടാൽ ആ തടസ്സം ഒരു അവസരമായി മാറാൻ കഴിയും. ജീവിതത്തിൽ വരുന്ന എല്ലാ വെല്ലുവിളികളെയും ഒരു പുതിയ അവസരമായി കാണാനുള്ള കല നമ്മൾ സ്വീകരിക്കണം എന്ന് ഈ ഉദാഹരണം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ ചിന്തകളെ മാറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു. അതിജീവനശേഷിയും പുനഃചിത്രീകരണവും പരിശീലിക്കുന്നതിലൂടെ നമുക്ക് ഏത് വെല്ലുവിളിയെയും അവസരമാക്കി മാറ്റാനും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ശക്തമായി മുന്നോട്ടു പോകാനും കഴിയും. അധ്യായം 5. വിഷ്വലൈസേഷനും ലക്ഷ്യവിന്യാസവും. വിഷ്വലൈസേഷൻ ആൻഡ് ഗോൾ അലൈൻമെന്റ്. നിങ്ങളുടെ വിജയം മുൻകൂട്ടി കണ്ടാൽ അത് നേടാൻ എത്ര എളുപ്പമായിരിക്കും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വിഷ്വലൈസേഷൻ അഥവാ മാനസിക ചിത്രീകരണം എന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും മുൻകൂട്ടി അനുഭവിക്കാൻ സഹായിക്കുന്ന ഒരു ശക്തമായ ടെക്നിക്കാണ്. നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൺമുന്നിൽ അത് ഇതിനകം സംഭവിച്ചതുപോലെ കാണുമ്പോൾ അത് നിങ്ങളുടെ തലച്ചോറിൽ ഒരു ശാശ്വത മുദ്ര പതിപ്പിക്കുന്നു. അത് ആ ലക്ഷ്യങ്ങളിലേക്കെത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഈ സാങ്കേതികവിദ്യ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിരന്തരം മുന്നോട്ടു പോകാൻ നിങ്ങളെ മാനസികമായി സജ്ജമാക്കുകയും ചെയ്യുന്നു. മാനസിക പരിശീലനം, മെന്റൽ റിഹേഴ്സൽ. വിഷ്വലൈസേഷൻ വെറും ഭാവനയല്ല,
മറിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങളെ സജ്ജമാക്കുന്ന ഒരു മാനസിക പരിശീലനമാണിത്. മെന്റൽ റിഹേഴ്സൽ. മാനസിക പരിശീലനത്തിൽ നിങ്ങളുടെ ലക്ഷ്യം ഇതിനകം നേടിയെടുക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും പ്ലേ ചെയ്യുന്നു. ഇത് ശരിയായ രീതിയിൽ ചെയ്യാൻ നിങ്ങൾ ശാന്തമായിരുന്ന് ആഴത്തിൽ ശ്വാസമെടുക്കണം. നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ പൂർണ്ണമായ ചിത്രം വ്യക്തമായി കാണണം. നിങ്ങൾ ആ ലക്ഷ്യം ഇതിനകം നേടിയെടുത്തതുപോലെ അതിന്റെ സന്തോഷം, സംതൃപ്തി, ആ അനുഭവം പൂർണ്ണമായി അനുഭവിക്കുക. ഇത്തരം പരിശീലനം നിങ്ങളുടെ തലച്ചോറിന് ഈ ലക്ഷ്യം സാധ്യമാണ് എന്ന് വിശ്വസിക്കാൻ സഹായിക്കുന്നു. അതിലേക്കെത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തലച്ചോറ് തയ്യാറാകുന്നു. ലക്ഷ്യവിന്യാസം, ഗോൾ അലൈൻമെന്റ്. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി മാത്രം നിശ്ചയിക്കുന്നു. പക്ഷേ അവ നമ്മുടെ ഉള്ളിലെ പോസിറ്റിവിറ്റിയുമായും ഉദ്ദേശ്യങ്ങളുമായും വിന്യസിക്കപ്പെട്ടിരിക്കുന്നുവോ, അലൈൻഡ് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെ വ്യക്തിപരമായ ലാഭത്തിന് പകരം ഒരു പോസിറ്റീവ് ഉദ്ദേശ്യത്തോടും ലക്ഷ്യത്തോടും ബന്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ശ്രമങ്ങൾക്ക് കൂടുതൽ ഊർജ്ജവും പ്രചോദനവും ലഭിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യത്തെ ഒരു ഉയർന്ന ഉദ്ദേശ്യവുമായി വിന്യസിക്കുന്നത് നിങ്ങളെ കൂടുതൽ പ്രചോദിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് നിങ്ങളുടെ പ്രവൃത്തികൾക്ക് ആഴത്തിലുള്ള സംതൃപ്തിയും ആന്തരിക സമാധാനവും നൽകുന്നു. നിങ്ങളുടെ ലക്ഷ്യത്തെ പോസിറ്റീവ് കാഴ്ചപ്പാടോടെ കാണുക, അതിനെ ശരിയായ ഉദ്ദേശ്യത്തോടെ ബന്ധിപ്പിക്കുക എന്നത് നിങ്ങളുടെ വിജയത്തിന്റെ താക്കോലായിരിക്കാം. വിഷ്വലൈസേഷൻ സ്ക്രിപ്റ്റ്. വിഷ്വലൈസേഷന്റെ ശക്തി അനുഭവിക്കാൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും പരിശീലനമായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ലളിതമായ സ്ക്രിപ്റ്റ് പിന്തുടരണം. ഇത് നിങ്ങളുടെ ലക്ഷ്യത്തെ വ്യക്തമായി കാണാനും അനുഭവിക്കാനും സഹായിക്കും. 1. ശാന്തമായിരിക്കുക. സിറ്റ് കാംലി. ആദ്യം ശാന്തമായ ഒരു അന്തരീക്ഷത്തിലിരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. ആഴത്തിൽ ശ്വാസമെടുക്കുക. നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായും വിശ്രമിക്കുക. 2. ലക്ഷ്യം വ്യക്തമായി കാണുക. ക്ലിയർലി സീ യുവർ ഗോൾ. ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഇതിനകം പൂർത്തിയായതുപോലെ നിങ്ങളുടെ മാനസിക സ്ക്രീനിൽ കാണുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ ലക്ഷ്യം ഒരു പ്രൊമോഷൻ നേടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പുതിയ റോളിൽ ജോലി ചെയ്യുന്നതും നിങ്ങളുടെ മുഖത്ത് ആത്മവിശ്വാസവും സംതൃപ്തിയുമുള്ളതും കാണുക. 3. വികാരങ്ങൾ അനുഭവിക്കുക. ഫീൽ ദ ഇമോഷൻസ്. ആ വിജയവുമായി ബന്ധപ്പെട്ട എല്ലാ വികാരങ്ങളും അനുഭവിക്കുക. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ടോ? ആ വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും എന്തൊക്കെയാണ്? ഈ വികാരം നിങ്ങളുടെ ശരീരം മുഴുവൻ അനുഭവിക്കുക. 4. പോസിറ്റീവ് ഉദ്ദേശ്യങ്ങളുമായി വിന്യസിക്കുക. അലൈൻ വിത്ത് പോസിറ്റീവ് ഇന്റൻഷൻസ്. നിങ്ങളുടെ ലക്ഷ്യം നേടിയ ശേഷം ഈ വിജയം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പോസിറ്റീവ് സ്വാധീനം ചെലുത്തുമെന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ അഭിമാനം കൊള്ളിക്കുന്നുണ്ടോ? നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടോ? ഈ വിജയം നിങ്ങളുടെ ഉയർന്ന ഉദ്ദേശ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുക. 5. നിങ്ങളുടെ ചിത്രം സജീവമായി നിലനിർത്തുക. കീപ് യുവർ ഇമേജ് അലൈവ്. നിങ്ങൾ ഈ ദൃശ്യം മനസ്സിൽ പൂർത്തിയാക്കുമ്പോൾ അത് നിങ്ങളുടെ മാനസിക സ്ക്രീനിൽ സ്ഥിരമാക്കുക. നിങ്ങൾ ഈ ലക്ഷ്യം നേടുമെന്ന് സ്വയം വിശ്വസിക്കുക. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുക. നിങ്ങളുടെ വഴിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടെന്ന് തോന്നുമ്പോൾ ഈ വിഷ്വലൈസേഷൻ വീണ്ടും ചെയ്യുക. ഈ വിഷ്വലൈസേഷൻ നിങ്ങളുടെ വിജയത്തിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാനസികമായി നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളിത് പതിവായി പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഴത്തിലുള്ള പ്രചോദനവും ആത്മവിശ്വാസവും ഉണ്ടാകുന്നത് നിങ്ങൾ കണ്ടെത്തും. അത് നിങ്ങളുടെ യഥാർത്ഥ ശ്രമങ്ങളെ കൂടുതൽ ഫലപ്രദമാക്കുന്നു. വിഷ്വലൈസേഷന്റെ ഈ ലളിതവും എന്നാൽ ഫലപ്രദവുമായ പരിശീലനം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിന്റെ ദിശയ്ക്ക് പുതിയ വേഗത നൽകാനും നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിലേക്ക് ദൃഢതയോടെ മുന്നോട്ടു പോകാനും കഴിയും. അധ്യായം 6. വൈകാരിക ബുദ്ധിയും അവബോധവും. ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് അവയർനെസ്. പുറം ലോകത്ത് വിജയിക്കുന്നത് മാത്രം പോരാ, നിങ്ങളുടെ ആന്തരിക ലോകം മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം വരുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വൈകാരിക ബുദ്ധി, ഇമോഷണൽ ഇന്റലിജൻസ്. നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും അവയെ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കാനും പഠിക്കുമ്പോൾ നിങ്ങൾ മികച്ച തീരുമാനങ്ങൾ എടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങളുടെ ബന്ധങ്ങളെ, കരിയറിനെ, മാനസികാവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. വൈകാരിക പാറ്റേണുകൾ തിരിച്ചറിയുക. റെക്കഗ്നൈസ് ഇമോഷണൽ പാറ്റേൺസ്. ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ പ്രതികരണം എപ്പോഴും ഒരുപോലെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ട്രാഫിക്കിൽ കുടുങ്ങുമ്പോൾ, ദേഷ്യം, അസ്വസ്ഥത, വിമർശനം ലഭിക്കുമ്പോൾ, കോപം, ഒറ്റയ്ക്കാകുമ്പോൾ, വിഷാദം. ഇവയാണ് വൈകാരിക പാറ്റേണുകൾ, ഇമോഷണൽ പാറ്റേൺസ്, അതായത് ആവർത്തിക്കുന്ന വൈകാരിക പ്രതികരണങ്ങൾ. ഇവയെ തിരിച്ചറിയുന്നതാണ് വൈകാരിക ബുദ്ധിയുടെ ആദ്യപടി. ഈ സാഹചര്യത്തിൽ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾ കാണുമ്പോൾ ആ വികാരത്തെ യാന്ത്രികമായി ഒഴുകിപ്പോകാൻ അനുവദിക്കുന്നതിനു പകരം ചിന്തിച്ച് പ്രതികരിക്കാൻ നിങ്ങൾ പഠിക്കുന്നു. സ്വയം അവബോധം, പ്രതികരണശക്തി. സെൽഫ് അവെയർനെസ്, ദ പവർ ഓഫ് റെസ്പോൺസ്. സ്വയം അവബോധം, സെൽഫ് അവെയർനെസ് എന്നത് നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ശക്തി നൽകുന്ന കഴിവാണ്. ആരെങ്കിലും ദേഷ്യത്തോടെ നിങ്ങളോടെന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ തിരിച്ച് ദേഷ്യത്തോടെ മറുപടി നൽകുന്നു. ഇതാണ് പ്രതികരണം, റിയാക്ഷൻ.
എന്നാൽ ആ സമയത്ത് നിങ്ങൾ ഒരു നിമിഷം നിർത്തി ചിന്തിക്കുകയാണെങ്കിൽ, അയാൾ ശരിക്കും എന്നോട് ദേഷ്യത്തിലാണോ അതോ സ്വന്തം സമ്മർദ്ദത്തിലാണോ? അപ്പോൾ മറുപടി നൽകാൻ നിങ്ങൾ മാനസികമായി തയ്യാറാകുന്നു. ഇതാണ് സ്വയം അവബോധം. ഇത് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഒഴുകിപ്പോകാതെ ശാന്തമായും ബുദ്ധിപരമായും പ്രതികരിക്കും. മൈൻഡ്ഫുൾനെസ്, ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുക. മൈൻഡ്ഫുൾനെസ്, ലിവിംഗ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. മൈൻഡ്ഫുൾനെസ് എന്നാൽ ഓരോ നിമിഷവും പൂർണ്ണ ബോധത്തോടെ ജീവിക്കുക എന്നാണ്. നിങ്ങൾ ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വികാരങ്ങളെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും. മൈൻഡ്ഫുൾനെസ് നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും ശുദ്ധീകരിക്കുന്നു. കഴിഞ്ഞതിനെക്കുറിച്ചുള്ള ആശങ്കയില്ല, വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള അസ്വസ്ഥതയുമില്ല. ഇപ്പോഴത്തെ സത്യം മാത്രം. എല്ലാ ദിവസവും 5 മുതൽ 10 മിനിറ്റ് വരെയുള്ള മൈൻഡ്ഫുൾനെസ് പരിശീലനം നിങ്ങളുടെ മനസ്സിന് സ്ഥിരത, വ്യക്തത, വൈകാരികമായ ശക്തി എന്നിവ നൽകുന്നു. ലളിതമായ ഒരു വ്യായാമം, എ സിമ്പിൾ എക്സസൈസ്. നിങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ, ദേഷ്യത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അല്പം വിഷാദത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ വ്യായാമം ചെയ്യാം. ഘട്ടം 1, നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക, നട്ടെല്ല് നിവർത്തിയിരിക്കുക. ഘട്ടം 2, മൂക്കിലൂടെ പതുക്കെ ശ്വാസം അകത്തേക്കെടുക്കുക, 4 സെക്കൻഡ്. ഘട്ടം 3, ശ്വാസം ഉള്ളിൽ പിടിക്കുക, 4 സെക്കൻഡ്. ഘട്ടം 4, പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക, 6 സെക്കൻഡ്. ഘട്ടം 5, ഈ ചക്രം 3 തവണ ആവർത്തിക്കുക. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ മനസ്സ് ശാന്തവും ഊർജ്ജസ്വലവും കേന്ദ്രീകൃതവുമായി അനുഭവപ്പെടും. ഫലം, നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്നില്ല എന്ന് നിങ്ങൾ കണ്ടെത്തും. പകരം നിങ്ങൾ അവയെ മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്യുകയും ശരിയായ ദിശയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. വൈകാരിക ബുദ്ധി ഒരു സൂപ്പർ പവറല്ല, അതൊരു പരിശീലനമാണ്. നിങ്ങളിത് ദിവസവും കൂടുതൽ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ മാനസികമായി കൂടുതൽ ശക്തനും ശാന്തനും സ്വാധീനമുള്ളവനുമായി മാറും. അതുകൊണ്ട് അടുത്ത തവണ വികാരങ്ങൾ അസ്വസ്ഥതയുണ്ടാക്കുമ്പോൾ ഒരു ദീർഘശ്വാസമെടുക്കുക. ഓർമ്മിക്കുക, അവയെ മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള പൂർണ്ണ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്.